ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് നല്ല റിയാക്ഷൻസ് ആയിരുന്നു. ഏകദേശം 1000-ഓളം കുട്ടികൾ കണ്ടു. വളരെ സന്തോഷം. കാരണം മറ്റൊന്നുമല്ല, ഒരു പരീക്ഷയെ ലക്ഷ്യം വെച്ച് ഇത്രയും നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഒരുപക്ഷെ ലൈഫിൽ ആദ്യമായിരിക്കും. ഇത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരട്ടെ. ഈ ഒരു പരീക്ഷ ജയിക്കാൻ, അതായത് LD ക്ലർക്ക് 2027 ജോലി നേടാൻ നിങ്ങളെയൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 10th മെയിൻസ് പരീക്ഷ, അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജറൊക്കെ ഉള്ള പരീക്ഷകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. നമ്മൾ ചില സീരിയലൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് പറയുന്നത് പോലെ ഒരു രത്നച്ചുരുക്കം ഞാൻ പറയാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിൽ വീതിയിൽ PSCയുടെ കുറേയേറെ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുള്ള സുജേഷ് പുറക്കാട് സാറ് നടത്തുന്ന ഒരു പങ്ക്തിയാണ്. ഓരോ ആഴ്ചയിലും ഓരോ ടോപ്പിക്കിൻ്റെ SCERTയിലെ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ, PSC ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അവയുടെ കണക്റ്റിംഗ് ഫാക്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ പോർഷനും ചിലപ്പോൾ 4-5 വീഡിയോകളായിട്ട് എത്തിക്കേണ്ടി വരും. നിങ്ങളെല്ലാവരും മാക്സിമം നന്നായിട്ട് സഹകരിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ട ശേഷം ഇതിലേക്ക് വരിക. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ചോദ്യം ഇതായിരുന്നു: തന്നിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ പ്രധാന ഗാന്ധിയൻ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഗോവധ നിരോധനം. ഇതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ: ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അനുച്ഛേദം 40, കുടിൽ വ്യവസായം അനുച്ഛേദം 43, ലഹരി നിരോധനം അനുച്ഛേദം 47, ഗോവധ നിരോധനം അനുച്ഛേദം 48. മാർഗനിർദ്ദേശക തത്വങ്ങൾ 17 എണ്ണമുണ്ട്. സൊപ്രോ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഈ തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. അതുപോലെ ആർട്ടിക്കിൾ 37 അനുസരിച്ച് മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല. ഇത് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം: ലോക്സഭയുടെ കാലാവധി എത്രയാണ്? ഉത്തരം: 5 വർഷം. ലോക്സഭ കാലാവധി 5 വർഷം. ലോകസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 മെയ് 13. അപ്പോൾ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. അതേ വർഷം തന്നെ മെയ് 13 ആദ്യ സമ്മേളനം നടന്നത്. ലോക്സഭയിലെ അംഗങ്ങൾ രാജി സമർപ്പിക്കേണ്ടത് സ്പീക്കർക്കാണ്. സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്കെതിരായ പ്രമേയത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും. ലോകസഭാ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ നിലവിലുള്ള മൗലിക കടമകളുടെ എണ്ണം: ഉത്തരം: 11. 1976 42ാം ഭേദഗതി. അപ്പോൾ 42ാം ഭേദഗതി നടന്ന വർഷം 1976. ആ ഭേദഗതി അനുസരിച്ച് 6ാം ഭാഗത്തിൻ്റെ ആദ്യ ഖണ്ഡം, അതിലെ 51A ആർട്ടിക്കിളാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ കൂടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഇന്ത്യയുടെ മൗലിക കർത്തവ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്വരൺ സിംഗ് നേതൃത്വത്തിലുള്ള കമ്മിറ്റി, സ്വരൺ സിംഗ് കമ്മിറ്റി. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പറഞ്ഞു, സപ്രോ കമ്മിറ്റി.
ആദ്യകാലങ്ങളിൽ 10 കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 2002 86-ാം ഭേദഗതി നടന്നപ്പോഴാണ് 11ാമത്തെ കർത്തവ്യം ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം. ഇവയിൽ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏതെല്ലാം? നമുക്കറിയാം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൗലിക അവകാശങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ച് കിട്ടാനുള്ള അവകാശം. മൗലിക അവകാശങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 6, മൗലിക കടമകൾ അഥവാ കർത്തവ്യങ്ങൾ 11, മൗലിക അവകാശങ്ങൾ 6. 7 ആയിരുന്നു, പക്ഷേ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ 6 മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇന്ത്യ മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് അമേരിക്ക. നമ്മൾ ഒരു കോഡ് പഠിച്ചു, ആമുഖം അമേരിക്ക. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നതും അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ തിരിച്ചറിയുക. പാർലമെൻ്ററി സമ്പ്രദായമാണ്, നിയമവാഴ്ച, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. എല്ലാം ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയുടെ പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ അയച്ച കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. 1946-ലാണ് ക്യാബിനറ്റ് മിഷൻ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റൈസാദ. അത് പഠിച്ചു വയ്ക്കണം. പ്രേം ബിഹാരി നരൈൻ റൈസാദ. ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഭാഗം, അത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ന്യൂനപക്ഷങ്ങൾക്കും ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. ഇത് രണ്ടുമാണ് കറക്റ്റ്. മതപഠനം ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 29(1) പറയുന്ന കാര്യം 29(1)ലും 29(2)ലും വ്യത്യസ്തമായ സംസ്കാരമോ ഭാഷയോ ലിപിയോ ഉള്ള ഇന്ത്യയിൽ താമസിക്കുന്ന പൗരന്മാരുടെ ഏത് വിഭാഗത്തിനും അവരുടെ സംസ്കാരം, ഭാഷ, ലിപി ഇത് സംരക്ഷിക്കാനുള്ള അവകാശമാണ് 29(1). വംശം, മതം, ജാതി, ഭാഷ അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് പരിപാലിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ അതിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നവരിലേക്കോ ഉള്ള പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്നതുള്ളതാണ് ആർട്ടിക്കിൾ 29(2). ഇത് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. അടുത്ത ചോദ്യം, ബാലവേല തടയുന്ന അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ബാലവേല തടയുന്നത്. ചൂഷണത്തിനെതിരായുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23, 24. നിർബന്ധിത തൊഴിലുകളിൽ നിന്ന് ഓരോ പൗരനും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന മൗലിക അവകാശങ്ങളാണ് ഇത്. ബാലവേല നിരോധനം സംബന്ധിച്ച ആർട്ടിക്കിൾ 24. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം നമുക്കറിയാം, ഇന്ത്യ.
ലോകത്തിൽ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. വ്യക്തിയുടെയോ ഭരണകർത്താവിൻ്റെയോ സർക്കാരിൻ്റെയോ ഇഷ്ടത്തിനനുസരിച്ച് തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഭരണഘടനയിൽ സാധ്യമല്ല. നമുക്കറിയാം, ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ്, അതായത് 1946 രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി 3 വർഷത്തെ ശ്രമഫലമായിട്ടാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഒരു സ്വതന്ത്ര, പരമാധികാര, സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷ അല്ലെങ്കിൽ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ കണ്ടെത്തുക. എഴുതപ്പെടാത്ത ഭരണഘടന: ബ്രിട്ടൻ, ഇസ്രയേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമാവലി. ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു. അതുകൊണ്ട് തന്നെ ആധുനിക മനു എന്നാണ് ഡോക്ടർ BR അംബേദ്കർ അറിയപ്പെടുന്നത്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഓർത്തിരിക്കുക: ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരം റിട്ടുകൾ പുറപ്പെടുവിക്കാം? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 തരം റിട്ടുകൾ പുറപ്പെടുവിക്കാം: കോവാറൻറ്റോ, ഹാബിയസ് കോർപ്പസ്, മൻഡാമസ്, സർഷ്യൂററി, പ്രൊഹിബിഷൻ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പ്രതിവിധികളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 32 പ്രതിപാദിക്കുന്നത്. ഈ ആർട്ടിക്കിളിനെ വിശേഷിക്കുന്നത് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവയ്ക്ക് മാത്രമാണ്. റിട്ടുകൾ ഞാനിപ്പോൾ പറഞ്ഞു: ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, സെർഷ്യൂററി, കോവാറൻറ്റോ, പ്രൊഹിബിഷൻ. ഇതാണ് 5 റിട്ടുകൾ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. 1934 MN റോയിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിനുള്ള ആശയം മുന്നോട്ട് വെച്ചത്. അതിനുശേഷം സ്വാതന്ത്ര്യലബ്ധി കഴിഞ്ഞ് 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് അംബേദ്കർ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4. ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച തീയതി 1950 ജനുവരി 26. ഇതൊക്കെ നമ്മൾ നിലവിൽ വന്നത് 1950 ജനുവരി 26. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പഠിച്ചു. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക. ബീഹാറും മഹാരാഷ്ട്രയും ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താനുള്ളതാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഒരു സഭ മാത്രമേ ഉള്ളെങ്കിൽ, ഒരു നിയമസഭ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയെന്നും 2 സഭകളുള്ളതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയെന്നും വിളിക്കുന്നു. കേരളത്തിലെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ദ്വിമണ്ഡലമുള്ള സംസ്ഥാനങ്ങൾ ബീഹാർ, UP, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയവ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന തീയതി 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ
ഘടന രൂപീകരിച്ചത് 1946 ഡിസംബർ 6. തീയതികൾ ഓരോന്നായിട്ട് ഓർക്കണം, ഓർഡറിൽ ഓർത്ത് വയ്ക്കണം. കാരണം ഇപ്പോൾ കാലഗണനാക്രമം വരുന്നത് കൊണ്ട് തന്നെ തീയതികൾ തെറ്റിപ്പോവാതെ ഓർത്തു വയ്ക്കുക. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഇത് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത്. അപ്പോൾ താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. HC മുഖർജി ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷൻ. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ: ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഒരു ലോകസഭാ അംഗമാകാനുള്ള എല്ലാ യോഗ്യതകളും നേടിയിരിക്കണം. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 58. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതികൾ: സബ് കോടതിയും മുൻസിഫ് കോടതിയും. ഇന്ത്യയിലെ നിലവിലെ നീതിന്യായ സംവിധാനത്തിലെ പ്രാഥമിക തലത്തിലുള്ള കോടതിയാണ് മുൻസിഫ് കോടതി. കേരളത്തിൽ മിക്കവാറും താലൂക്ക് അടിസ്ഥാനത്തിൽ മുൻസിഫ് കോടതികളുണ്ട്. ഇവയ്ക്ക് ആ പ്രദേശമായിട്ടും അതുമാത്രമല്ല ധനപരവുമായ അധികാരപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. സിവിൽ സ്വഭാവമുള്ള എല്ലാ വ്യവഹാരങ്ങളും മുൻസിഫ് കോടതിയിൽ ബോധിപ്പിക്കാം. പക്ഷേ അതിന് ഇന്ന പ്രദേശത്തെ കേസായിരിക്കണം ആ മുൻസിഫ് കോടതിയിൽ വരിക, അതുപോലെ ഇത്ര ധനം, സാമ്പത്തിക ഇടപാട് ഇത്ര വരെ ഇടപെടാൻ പാടുള്ളൂ. തർക്കത്തിനാസ്പദമായ തുകയോ വസ്തുവകകളുടെ മൂല്യമോ 10 ലക്ഷത്തിൽ കവിയാൻ പാടില്ല മുൻസിഫ് കോടതിയിൽ വരുന്ന കേസ്. ചില സംസ്ഥാനങ്ങളിൽ ജൂനിയർ സിവിൽ ജഡ്ജിയുടെ കോടതി എന്നും അറിയപ്പെടുന്നുണ്ട്. സബോർഡിനേറ്റ് കോടതി എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് സബ് കോടതി. മുൻസിഫ് കോടതിയിലെ പോലെ സിവിൽ നീതിന്യായ സംവിധാനത്തിലെ പ്രാഥമിക തലത്തിലുള്ള കോടതിയും അതേസമയത്ത് തന്നെ ജില്ലാ കോടതി ചുമതലപ്പെടുത്തുന്നതനുസരിച്ച് അപ്പീലുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയുമാണ് സബ് കോടതി. 10 ലക്ഷം രൂപയിൽ കവിഞ്ഞ മൂല്യമുള്ള ഏത് സിവിൽ വ്യവഹാരവും സബ് കോടതിയിൽ ബോധിപ്പിക്കാം. ഇതിനും പ്രദേശത്തിൻ്റെ അധികാരപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രണ്ടാമത്തെ പൗരൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ, പ്രഥമ പൗരൻ രാഷ്ട്രപതി, രണ്ടാമത്തെ പൗരനാണ് ഉപരാഷ്ട്രപതി. വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ച രാജ്യമാണ് അമേരിക്ക. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി മുഹമ്മദ് ഹമീദ് അൻസാരി. ഏറ്റവും കുറച്ച് കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി വി ഗിരി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി KR നാരായണൻ. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ രണ്ടാം പാർട്ട് അഥവാ രണ്ടാം എപ്പിസോഡ് നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഇനി ഒരു 2 ദിവസത്തെ ക്ലാസ് കൂടെ കണ്ടിന്യൂ ചെയ്താൽ ഭരണഘടനയെക്കുറിച്ചുള്ള ഏകദേശ ചോദ്യങ്ങൾ, പ്രസ്താവനകൾ എല്ലാത്തിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണയാകും. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകളും സ്പെഷ്യൽ ചോദ്യങ്ങളുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.